എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹമാണ്. 2026 വെക്കേഷൻ ബൈബിൾ സ്കൂളിലെ അധ്യാപകർ എന്നൊരു ദൗത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് നാം ഓർക്കുന്നത്. ഈ അവസരത്തിൽ മാത്രമല്ല, മുന്നോട്ടുള്ള ദിവസങ്ങളിലാണെങ്കിലും കാലങ്ങളിലാണെങ്കിലും നമ്മുടെ മുമ്പിലെത്തുന്ന ഓരോ കുട്ടികളെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും കേവലം മനുഷ്യരെയൊക്കെ വ്യക്തികളെയൊക്കെ മാത്രം കാണുവാനല്ല, മറിച്ച് അവർ ഓരോരുത്തരും ദൈവരാജ്യത്തിൻ്റെ വിത്തുകൾ വിതറേണ്ട ഫലഭൂഷ്ടമായ ഒരു നിലങ്ങളായി നമുക്ക് അവരെ കാണാം. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ആ നിലത്ത് വിത്തുകൾക്കാകണമെങ്കിൽ നാം എത്രമാത്രം പ്രാപ്തരാണെന്നൊരു ചിന്ത നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ബൈബിളുണ്ടോ? ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. ആ തിരുവനന്തപുരത്ത് വായിക്കാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം 3-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: വളരെ നീതിയിലേക്ക് തിരിക്കുക, നക്ഷത്രങ്ങളെ പോലെ എന്നേക്കും പ്രകാശിക്കും. അതിലേക്ക് നമുക്ക് വരാം. അത് എനിക്ക് പറയാനുള്ളത്, ഈ നക്ഷത്രം പോലെ ഇന്നും പലരുടെയും മനസ്സിൽ വിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ക്രിസ്തുയേശുവിൻ്റെ ആദ്യ ശിഷ്യന്മാരിൽ ഒരാളായ അന്ത്രയോസ്. ഈ അന്ത്രയോസിൻ്റെ ചില സവിശേഷതകൾ പണ്ട് മുതലേ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളവയാണ്. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി, BA ബെറ്റർ ലേണർ. നമ്മളൊരു അധ്യാപകനാണെങ്കിൽ കൂടി നമ്മളെപ്പോഴും വചനത്തിന് വിനീതരായ വിദ്യാർത്ഥികളായിരിക്കും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 37 വരെ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ അന്ത്രയോസ് വിശുദ്ധ യോഹന്നാൻ സ്നാപകന്റെ ആ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. അന്ത്രയോസ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് വചനം കേട്ടുവച്ചു. എന്നാൽ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു ഒരു മടിയും കൂടാതെ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന അന്ത്രയോസ്. അതെ, വചനമെന്ന പാലും ക്രിസ്തു എന്ന സ്വർഗീയ മനയും നാം സ്വയം രുചിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ മുന്നിൽ വരുന്ന കുഞ്ഞുങ്ങളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ ആർക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു സവിശേഷതകളും നമുക്ക് പങ്കിടുവാൻ സാധിക്കും. നമുക്കറിയാം, ഒരു ഫുഡ് നമ്മൾ കഴിച്ചു നോക്കാതെ റിവ്യൂ പറഞ്ഞിട്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതിനകത്ത് ഒരു ജെനുവിനിറ്റി ഇല്ല, അല്ലേ? അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെയും ആ ദൈവിക വചനത്തെ നമ്മൾ രുചിച്ചറിഞ്ഞു തൊട്ടറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അത് മറ്റുള്ളവരിലേക്ക് ആ ഒരു സ്പിരിറ്റ് പകരുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എത്ര അധ്യാപകരായി വളർന്ന് വലുതായി എത്ര സ്കിന്നുറ്റി ആയെന്ന് പറഞ്ഞാൽ മതി, നമ്മളെന്നും ക്രിസ്തുവിനും വചനത്തിനും അടിമപ്പെട്ട് ഒരു വിദ്യാർത്ഥികളായിരിക്കാൻ ശ്രമിക്കും. രണ്ടാമതായി, BA ബ്രിഡ്ജ് ബിൽഡർ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നത്, ആ ദൈവത്തിന്റെ കുഞ്ഞാടിനെ ആര് കണ്ടു? അന്ത്രയോസ് കണ്ടു. എന്നിട്ട് അന്ത്രയോസ് തന്നെ പോവായിരുന്നു അല്ല, കൂടെ തൻ്റെ സഹോദരനായ ശീമോൻ പത്രോസിനെ കൂടെ കൂട്ടിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ അന്ത്രയോസ് എന്താണ് ഒരു പാല് അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജായിട്ടാണ് അവിടെ നിന്നത്. തൻ്റെ സഹോദരനെ കൂടെ യേശുവിലേക്ക് എത്തിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് അന്ത്രയോസ് അവിടെ പ്രവർത്തിച്ചത്. രണ്ടാമതായിട്ട്, 5 അപ്പോൾ 2 മീനുമുള്ള ആ ബാലിനെ ഇതിച്ചിരി ഉണ്ടെന്ന് കരുതി അവിടെ വെച്ചേക്കുമായിരുന്നു അല്ല, മറിച്ച് ആ ബാലിൻ്റെ കാര്യം യേശുവിനെ കഴിച്ചതായ അന്ത്രയോസാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമുക്കത് കാണാൻ സാധിക്കും. അതുപോലെ പിന്നീട് അങ്ങോട്ട് വായിക്കുമ്പോഴത്തേക്കും യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് മിശിഹായെ കാണാനായിട്ട് യവനന്മാർ വരുന്നു. അപ്പോൾ അവർ ഫിലിപ്പോസിനോട് കാര്യം പറയുന്നു. ശേഷം അന്ത്രയോസിനോട് ഫിലിപ്പോസ് കാര്യം പറയുന്നു. അന്ത്രയോസാണ് യേശുവിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെയും അന്ത്രയോസ് എന്തായിട്ടാണ് യേശുവിലേക്ക് മറ്റുള്ളവരെ നയിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ടാണ് അവിടെയൊക്കെ ആക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ആയിരിക്കണം അധ്യാപകരായി നാം ഓരോരുത്തരും നമ്മുടെ മുന്നിൽ എത്തുന്നവരെ യേശുവിലേക്ക് നയിക്കുന്ന ഒരു ബ്രിഡ്ജായിട്ട് വേണം നാം ഓരോരുത്തരും പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ യേശുവിനെ അവരിലേക്ക് കാണിച്ചു കൊടുക്കുന്ന ആ ഒരു സ്നേഹവും ലാളനയും വാത്സല്യവും ഒക്കെ യേശുവിനെ നമ്മൾ രുചിച്ചറിഞ്ഞ ആ ഒരു സ്നേഹം കുഞ്ഞുങ്ങളിലേക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു ബ്രിഡ്ജായിരിക്കണം നാം ഓരോരുത്തരും. മൂന്നാമതായി നമ്മളൊരു പൊട്ടൻഷ്യൽ ഫൈൻഡറായിരിക്കും. 5000 പേര് വിശന്നിരിക്കുന്നു, അവിടെ ഒരു പ്രതിസന്ധിയുണ്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് മാത്രം അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അന്ത്രയോസ് എന്താ ചെയ്തത്? ചെറുതാണെങ്കിൽ കൂടി അല്പമേ ഉള്ളുവെങ്കിൽ കൂടി ആ 5 അപ്പവും 2 മീനുള്ള ബാലകനെ അവർ കണ്ട് എന്നിട്ട് എന്ത് ചെയ്തു? അത് ക്രിസ്തുവിലേക്ക് കൊണ്ടുപോയി. ശേഷം എന്താണ് സംഭവിച്ചത്? വലിയൊരു അത്ഭുതം, അല്ലേ? നമുക്കറിയാം. അതുപോലെ നമ്മുടെ മുന്നിൽ വരുന്നവർ ആരായിക്കോട്ടെ അവരുടെ ആ ഉള്ളിൽ പൊട്ടൻഷ്യൽ തിരിച്ചറിയാൻ ഒരു പവർ നമുക്ക് വേണം. ആ പവർ നമുക്ക്
യേശുവിനെ പോലെ ക്രൂശുമരണത്തിനായി വിധിച്ചു. എന്നാൽ തൻ്റെ ഗുരുവിനെ പോലെ അതേ ആകൃതിയിലുള്ള ക്രൂശുമരണം വഹിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സാൾട്ടേഴ്സ് സ്കോട്ട്ലൻഡിൻ്റെ ഫ്ലാഗ് ആക്കി പറയുന്നു. അതൊരു എക്സ്ക്രോസാണ്.